നമസ്കാരം. ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ ആന്ധ്രാപ്രദേശിന് കോടികളുടെ പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാന വികസനത്തിന് 15,000 കോടി രൂപയുടെ സഹായമാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. മൂന്നാം തവണ NDA അധികാരത്തിലേറാൻ പ്രധാന പങ്ക് വഹിച്ച സഖ്യകക്ഷിയാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടി. കേന്ദ്ര സർക്കാരിൽ സ്പീക്കർ സ്ഥാനം, കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ എന്നിവയൊക്കെ ചോദിച്ചെങ്കിലും TDPക്ക് നിരാശയായിരുന്നു ഫലം. എന്നാൽ സർക്കാർ രൂപീകരിച്ച ശേഷമുള്ള ആദ്യ ബഡ്ജറ്റിൽ വലിയ പരിഗണനയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. പ്രത്യേക പാക്കേജാണ് ആന്ധ്രാപ്രദേശിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിന് 15,000 കോടി രൂപ ആവശ്യപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി സംഘങ്ങൾ കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ ആവശ്യം അതേപടി തന്നെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാന വികസനമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കുന്നുവെന്നും ബഹുമുഖ വികസന ഏജൻസികൾ വഴിയുള്ള പിന്തുണ സുഗമമാക്കുന്നുവെന്നും ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞു. NDAയിൽ BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടിയാണ് TDP, 16 സീറ്റ്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നായിരുന്നു നേരത്തെ TDP മുന്നണി വിട്ടത്. ഇത്തവണ മുന്നണിയിലേക്ക് ശക്തമായ നിലയിൽ തന്നെ തിരിച്ചു വന്ന ചന്ദ്രബാബു നായിഡു തങ്ങളുടെ ആവശ്യം വീണ്ടും ശക്തമാക്കുകയായിരുന്നു. തനിച്ച് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ നായിഡുവിൻ്റെ ആവശ്യങ്ങൾക്ക് BJP വഴങ്ങിക്കൊടുക്കുകയാണ് എന്ന് വേണം വിലയിരുത്താൻ. അമരാവതിക്കായി 15,000 കോടി രൂപ അനുവദിച്ചതിന് തെലുങ്ക് ദേശം പാർട്ടി നേതാവും ആന്ധ്രാപ്രദേശ് മന്ത്രിയുമായ നാരാ ലോകേഷ് കേന്ദ്രത്തിന് നന്ദി പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. അമരാവതി, പോളാവാരം, ജീവനാടി എന്നിവയുടെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിന് ജനങ്ങളുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് എക്സിലൂടെയാണ് ലോകേഷ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്.